ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 ഇംഗ്ലീഷിലെ യൂണിറ്റ് 1 ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം എന്നുള്ള യൂണിറ്റിലെ 4th ചാപ്റ്ററാണ്. ബാക്കി 3 ചാപ്റ്റേഴ്സ് നമ്മൾ ബാക്കിയുള്ള വീഡിയോസിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഈ യൂണിറ്റ് ഈ 4th ചാപ്റ്ററോട് കൂടി കഴിയും. അപ്പോൾ ബാക്കിയുള്ള വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, നിങ്ങൾക്ക് കാണേണ്ടത് കാണാം. ഓക്കെ, പിന്നെ അതേപോലെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൻ എല്ലാവരും എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. യൂണിറ്റ് 1 ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡത്തിലെ 4th ചാപ്റ്റർ ആയിട്ടുള്ള ഹൊറിഗെല്ലു എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹൊറിഗെല്ലു ഒരു ആൻറ്റിക്ടോട്ട് സ്റ്റോറിയാണ്, അതായത് ഒരു സംഭവ കഥയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് പോവാം. ഹൊറിഗെല്ലു ബൈ സുധാമൂർത്തി. അപ്പോൾ ഹൊറിഗെല്ലു എന്നുള്ള ടേം എന്താണെന്ന് വെച്ചാൽ ഒരു ഭാരം താങ്ങാൻ കഴിയുന്ന ഒരു കല്ലിനെയാണ് ഹൊറിഗെല്ലു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സുധാമൂർത്തിയുടെ കഥയാണ് ഈ ഹൊറിഗെല്ലു എന്ന് പറയുന്നത്. ബിഫോർ ഗോയിങ് ടു ദി ചാപ്റ്റർ നമുക്ക് റൈറ്ററിൻ്റെ പ്രൊഫൈൽ നോക്കാം. സുധാമൂർത്തി വാസ് ബോൺ ഇൻ 1950 അറ്റ് ഷിക്കാഗോൺ ഇൻ നോർത്ത് കർണാടക. നോർത്ത് കർണാടകയിലെ ഷിക്കാഗോൺ എന്ന് പറയുന്ന പ്ലേസിലാണ് സുധാമൂർത്തി ബോൺ ചെയ്തിട്ടുള്ളത്. M.Tech ഇൻ കമ്പ്യൂട്ടർ സയൻസ്. ഷീ ടീച്ചേഴ്സ് കമ്പ്യൂട്ടർ സയൻസ് ടു പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ്. അപ്പോൾ PG സ്റ്റുഡൻസിന് കമ്പ്യൂട്ടർ സയൻസ് ആണ് സുധാമൂർത്തി ടീച്ച് ചെയ്യുന്നുണ്ട്. എ prolific writer in English and Kannada. She has written novels, technical books, travelogues, collections of short stories and non-fiction pieces. അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പിലുള്ള സ്റ്റോറീസ് ഒക്കെയാണ് സുധാമൂർത്തി റൈറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഇംഗ്ലീഷ് ആൻഡ് കന്നഡ ലാംഗ്വേജിലും റൈറ്റ് ചെയ്യാറുണ്ട്. Horigallu is taken from The Old Man and His God, Discovering the Spirit of India, 2006. പെൻഗ്വിൻ ബുക്സ്, ന്യൂഡൽഹി. അപ്പോൾ ഈ ഹൊറിഗെല്ലു എന്ന് പറയുന്ന സ്റ്റോറി ദ ഓൾഡ് മാൻ ആൻഡ് ഹിസ് ഗോഡ് എന്നുള്ള ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഈ ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് പെൻഗ്വിൻ ബുക്സ് ആണ്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റോറിയിലോട്ട് കിടക്കാം. സ്റ്റോറിയുടെ മുമ്പ് റീഡ് ആൻഡ് റിഫ്ലക്റ്റിൽ തന്നിട്ടുള്ളത് ബാക്ക്വേർഡ് ടേൺ ബാക്ക്വേർഡ് ഓ ടൈം ഇൻ യുവർ ഫ്ലൈറ്റ്സ് മേക്ക് മീ എ ചൈൽഡ് എഗെയിൻ ജസ്റ്റ് ഫോർ ടുനൈറ്റ്. ഇത് ഒരു പോയത്തിലെ 2 ലൈൻസാണ് കൊടുത്തിട്ടുള്ളത്. എന്താ പറയണത്? ഓ സമയമേ, ഒന്ന് പിന്നിലോട്ട് പോകൂ, എന്നെ ഇന്ന് രാത്രിക്കെങ്കിലും എന്നെ എൻ്റെ ചൈൽഡാക്കി എൻ്റെ ചൈൽഡ്ഹുഡിലോട്ട് കൊണ്ടുപോകൂ എന്നാണ് പറയുന്നത്. Remembering the good old childhood days often fills our mind with freshness and vigor and revitalize us enough to go forward with confidence. അപ്പോൾ എപ്പോഴും നമ്മളുടെ ചൈൽഡ്ഹുഡ് തിങ്ക് ചെയ്യുമ്പോൾ, ആലോചിക്കുമ്പോൾ നമ്മളുടെ മൈൻഡ് റിഫ്രഷിങ് ആവും. അതേപോലെ വിഗർ പറഞ്ഞാൽ ഒരു ധൈര്യം നമുക്ക് വരും. അതേപോലെ വൈറ്റലൈസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പുനർജീവൻ കിട്ടിയ പോലെയൊക്കെ ഫീൽ ചെയ്യും എന്നാണ് പറയുന്നത്. നമുക്ക് കോൺഫിഡൻസ് ഒക്കെ തരും. അപ്പോൾ ഇത് ബേസിക്കലി ഹൊറിഗെല്ലു എന്നുള്ള സ്റ്റോറി സുധാമൂർത്തിയുടെ ചൈൽഡ്ഹുഡ് ബേസ് ചെയ്തിട്ടുള്ളൊരു സംഭവ കഥയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഹൊറിഗെല്ലു ബൈ സുധാമൂർത്തി. Hot summer days remind me of my childhood in a little village. എപ്പോഴും സമ്മർ കാലങ്ങൾ വരുമ്പോഴാണ് ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡ്, എൻ്റെ വില്ലേജിൽ, ഗ്രാമത്തിലുണ്ടായിരുന്ന എൻ്റെ ചൈൽഡ്ഹുഡ് ഓർക്കാറ്. There was a large banyan tree right in the middle of the village and I would spend many hours playing under it ഡ്യൂറിങ് മൈ ഹോളിഡേയ്സ്. അപ്പോൾ ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ നടുവിലായിട്ടൊരു വലിയൊരു ആൽമരം ഉണ്ടായിരുന്നു. എപ്പോഴും ഞാൻ ഹോളിഡേ ടൈംസിലൊക്കെ ഞാൻ കുറേ മണിക്കൂറുകൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ ആൽമരത്തിൻ്റെ. The tree was like a massive umbrella with its branches providing much needed shades and succor. അപ്പോൾ എന്താ പറയണത്, ആ ട്രീ വലിയ ആൽമരം എന്ന് വെച്ചാൽ ഭയങ്കര ഒരു അംബ്രലനെ പോലെ അത്രയും മാസീവായിരുന്നു, അത്രയും വലുതായിരുന്നു. ഒരു അംബ്രലനെ പോലെ എപ്പോഴും ഞങ്ങൾക്ക് ഷെയ്ഡ്സ്, തണലൊക്കെ തരുമായിരുന്നു. അതേപോലെ സക്കർ എന്ന് പറയുന്നത് നല്ലൊരു സഹായമായിരുന്നു. ഓക്കെ, ആ ബനിയൻ ട്രീ, കാരണം അത് നല്ല തണുപ്പും ഒക്കെ തരുന്ന ഒരു ആൽമരമായിരുന്നു. Travelers spend some time sitting under it and catching their breath before going on their way. എപ്പോഴും ഈ സഞ്ചാരികൾ അതിൻ്റെ അടിയിൽ വിശ്രമിക്കായിരിക്കും. അതേപോലെ ഒന്ന് നല്ലൊരു ശ്വാസമൊക്കെ എടുത്തിട്ട് അവരവരുടെ വഴിയിൽ നല്ലൊരു കംഫർട്ടായിട്ട് അവർ യൂസ് ചെയ്യുന്ന ട്രീ ആയിരുന്നു ആ ആൽമരം.
To make them comfortable, there was a horigallu under the tree. അവരെ ഒന്നും കൂടി കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ട്, അവിടെ ഇരിക്കുന്ന ആ ട്രാവലേഴ്സിനെ ഒന്നും കൂടി കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ട് ആ ആൽമരത്തിൻ്റെ താഴെയായിട്ട് ഒരു ഹൊറിഗല്ലു ഉണ്ടായിരുന്നു. ഹൊറിഗല്ലു എന്ന് പറഞ്ഞാൽ ഒരു കല്ല്, ഓക്കെ, നമ്മളെ ഭാരമൊക്കെ താങ്ങുന്ന ഒരു കല്ല്, ഓക്കെ, ആ കല്ല് ഉണ്ടായിരുന്നു അവിടെ അവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഹൊറിഗല്ലു ലിറ്ററലി മീൻസ് എ സ്റ്റോൺ ദാറ്റ് ക്യാൻ ബെയർ വെയിറ്റ്. അപ്പോൾ ഹൊറിഗല്ലു എന്ന് പറയുന്നത് ഒരു ലിറ്ററലി ആയിട്ട് മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എ സ്റ്റോൺ ദാറ്റ് ക്യാൻ ബെയർ വെയിറ്റ് താങ്ങാൻ പറ്റുന്ന, ഭാരം താങ്ങാൻ പറ്റുന്ന ഒരു സ്റ്റോണാണ് ഹൊറിഗല്ലു എന്ന് പറഞ്ഞാൽ. ഇറ്റ് വാസ് എ ലാർജ് ഫ്ലാറ്റ് സ്റ്റോൺ placed horizontally over two vertical ones, thus making a stone bench on which anyone could sit and rest a while, chat with a fellow traveler, and exchange news of the road. അപ്പോൾ നോർമലി ആ ഹൊറിഗല്ലു എന്ന് പറയുന്ന സ്റ്റോണ് രണ്ട് വേർട്ടിക്കൽ സ്റ്റോണുകളുടെ മേലെ ഒരു ഹൊറിസോണ്ടൽ സ്റ്റോണ്, ഓക്കെ, രണ്ട് വെർട്ടിക്കൽ ആയിട്ടുള്ള സ്റ്റോണിൻ്റെ മേലെ ഒരു ഹൊറിസോണ്ടൽ സ്റ്റോൺ വെച്ചിട്ടായിരുന്നു ഹൊറിഗല്ലു അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ആ ഹൊറിസോണ്ടൽ സ്റ്റോൺ ഒരു ബെഞ്ച് പോലെ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് അവിടെ റെസ്റ്റ് ചെയ്യാനും, ഈ ട്രാവലേഴ്സിന് അവിടെ റെസ്റ്റ് ചെയ്യാനും, കുറച്ചു നേരം ഇരുന്ന് സംസാരിക്കാനും, അതേപോലെ റോഡിലെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനും പറ്റിയൊരു പ്ലേസ് ആയിരുന്നു. Next, cool water would be kept in earthen pots near the bench, and people could quench their thirst before starting their journeys again. അപ്പോൾ ഒരു earthen pots എന്ന് പറഞ്ഞാൽ മൺപാത്രത്തിൽ, ഒരു മൺപാത്രത്തിൽ എപ്പോഴും തണുത്ത വെള്ളം വെക്കാറുണ്ട് ഈ ബെഞ്ചിൻ്റെ അടുത്ത്. ആ വെള്ളം യൂസ് ചെയ്തിട്ട് ട്രാവലേഴ്സിന് അവരുടെ ദാഹമൊക്കെ കെടുത്താൻ പറ്റും. ക്വെഞ്ചെന്ന് വെച്ചാൽ കെടുത്താം, അല്ലെങ്കിൽ ഇല്ലാണ്ടാക്കാം, ഓക്കെ. ദെൻ നെക്സ്റ്റ്, ഐ ആം ഷുവർ similar simple arrangements can be found in villages all over the country. ഇതേപോലത്തെ സിമിലർ ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് അധികവും എല്ലാ വില്ലേജിലും ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ ട്രാവലേഴ്സിന് ഇരിക്കാൻ ഒരു സ്ഥലം, അതേപോലെ നോർമലി ഒരു ആൽമരം, ഇങ്ങനത്തെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ എപ്പോഴും, അതേപോലെ കുടിക്കാൻ വെള്ളം എപ്പോഴും എല്ലാ വില്ലേജസിലും കാണാറുണ്ട് എന്ന് പറയുന്നുണ്ട് സുധാമൂർത്തി. നെക്സ്റ്റ്, the horigallu in our village holds special memories for me as it is inextricably linked with my grandfather. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ വില്ലേജിലുള്ള ഈ ഹൊറിഗല്ലു, ഈ ഇരിപ്പിടം എനിക്ക് എപ്പോഴും മെമ്മറബിൾ ആണ്, എപ്പോഴും ഞാൻ ഓർക്കുന്ന ഒരു സംഭവമാണ്. കാരണം എൻ്റെ ഗ്രാൻഡ് ഫാദറുമായിട്ട് നല്ലൊരു ബന്ധം, എൻ്റെ മുത്തശ്ശനുമായിട്ട് ഇതിന് സങ്കീർണമായ ഒരു ബന്ധമുണ്ട്, ഓക്കെ, അങ്ങനെ പറയുന്നുണ്ട്. He was a retired school teacher and would spend hours every day sitting under the banyan tree and talking to those റെസ്റ്റിംഗ് ദെയർ. അപ്പോൾ എന്തുകൊണ്ടാണ് ഗ്രാൻഡ് ഫാദറായിട്ട് ബന്ധമുള്ളത്? കാരണം അത് എൻ്റെ ഗ്രാൻഡ് ഫാദർ ഒരു റിട്ടയർ ആയിട്ടുള്ള സ്കൂൾ ടീച്ചറായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ അവേഴ്സ് അവിടെ ആ ബനിയൻ ട്രീൻ്റെ അണ്ടറിൽ, ഈ ഹൊറിഗല്ലുവിൻ്റെ അവിടെ വന്നിട്ട് മുത്തശ്ശന് ഇരിക്കുമായിരുന്നു. എന്നിട്ട് അവിടെ റെസ്റ്റ് ചെയ്യുന്ന ആളുകളുമായിട്ട് സംസാരിക്കുമായിരുന്നു. ഐ വുഡ് ഗെറ്റ് ടയർഡ് ഓഫ് പ്ലേയിങ്. ഐ വുഡ് സിറ്റ് നെക്സ്റ്റ് ടു ഹിം ആൻഡ് ഒബ്സർവ് ദി പീപ്പിൾ ഹി വാസ് ടോക്കിംഗ് ടു. അപ്പോൾ എപ്പോഴും എനിക്ക് കളിക്കുമ്പോൾ ക്ഷീണം വരുമ്പോൾ ഞാൻ മുത്തശ്ശൻ്റെ അടുത്തിരുന്നിട്ട് മുത്തശ്ശൻ സംസാരിക്കുന്ന ആളുകളെ ഒബ്സർവ് ചെയ്യുന്നു, നിരീക്ഷിക്കുമായിരുന്നു, ആരോടൊക്കെയാണ് സംസാരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. നെക്സ്റ്റ്, ആൻഡ് ലിസൺ ടു ദെയർ കോൺവേഴ്സേഷൻസ്. അപ്പോൾ അവരുടെ സംസാരവും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. മോസ്റ്റ് ഓഫ് ദം വെർ വില്ലേജേഴ്സ് ടേക്കിംഗ് എ ബ്രേക്ക് ഫ്രം ദെയർ വർക്ക് ഇൻ ദി ഫീൽഡ്സ് നിയർ ബൈ. അപ്പോൾ എപ്പോഴും മുത്തശ്ശൻ സംസാരിക്കുന്നത് അധികവും ആ ഗ്രാമത്തിലുള്ള ആളുകൾ തന്നെ ആയിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പോൾ അവർ ആരാണ് ഈ ഗ്രാമത്തിലുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ, ഈ ഹൊറിഗല്ലുവിൻ്റെ അടുത്ത് തന്നെ ഒരു ഫീൽഡ് ഉണ്ട്, ഒരു വയലുകൾ ഉള്ളൊരു സ്ഥലമുണ്ട്. അവിടെ വർക്ക് ചെയ്യുന്ന വില്ലേജേഴ്സ് ആയിരിക്കും അധികവും മുത്തശ്ശനുമായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ അവിടെ ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ദേ ഹാഡ് ടു വാക്ക് ലോങ് ഡിസ്റ്റൻസ് ഈച്ച് ഡേ carrying heavy burdens on their heads.
Tired out by the heat, they would drink the cool water, wash their faces with it, and chat with grandfather. ഈ ലോങ് ഡിസ്റ്റൻസിൽ വരുന്നവരൊക്കെ അവർ ഭയങ്കരമായിട്ട് കുറേ ദൂരം നടന്നിട്ടും അതേപോലെ അവരുടെ കുറേ ഹെവി ബേർഡൻസ് അവരുടെ കുറേ പ്രശ്നങ്ങളും ഒക്കെ ഏറ്റിട്ട് വരുന്നവരാണ്. അതേപോലെ സുധാമൂർത്തി കോൺവെർസേഷൻസ് ശ്രദ്ധിക്കാറുണ്ട് പറഞ്ഞല്ലോ അവർ സംസാരിക്കുന്നത്. അപ്പം എപ്പോഴും അവരുടെ സംസാരം എന്തിനെ കുറിച്ചായിരിക്കും? അവരുടെ കഷ്ടപ്പാട്, എങ്ങനെ ദിവസം കൊണ്ടുപോകുന്നത്, എന്തൊക്കെയാ പ്രശ്നങ്ങളാണുള്ളത്, ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും എപ്പോഴും അവരുടെ സംസാരത്തിലുള്ളത്. നെക്സ്റ്റ്, മാസ്റ്റർ ജി, ദിസ് സമ്മർ വാസ് ബീങ് സോ ഹോട്ട്. ഐ ഹാവ് നെവർ സീൻ സച്ച് ഡ്രൈ വെതർ. ഓൾ Master Ji, it is getting difficult for me to carry these large loads on my head. Thank God for this Horigello. I wish my son would help, but he only wants to go to the city. They spoke about the difficulties they lived with. അപ്പോൾ ഈ മാസ്റ്റർ ജി എന്ന് പറയുന്നത് സുധാമൂർത്തിയുടെ മുത്തശ്ശനെയാണ്. ഓക്കെ, അപ്പോൾ മൂപ്പര് സ്കൂൾ ടീച്ചറായിരുന്നല്ലോ. അപ്പോൾ ഇവിടെ എന്താണ് മാസ്റ്റർ ജീനോട് ഓരോ പീപ്പിൾസ് പറയുന്ന കാര്യങ്ങൾ പറയണം, അവിടെ നടക്കുന്ന കൺവേഴ്സേഷൻസ് ഓരോരുത്തരുടെ. അപ്പോൾ ഒരാൾ പറയുന്നുണ്ട്, ഓ എന്ത് ചൂടാണ് ഈ വേനൽക്കാലം, ഇത്രയും ഭയങ്കര ചൂടുള്ളൊരു സീസൺ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് ഒരാൾ പറയുന്നുണ്ട്. അടുത്ത ആൾ എന്താ പറയുന്നത്, മാസ്റ്റർ ജി, ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഡിഫിക്കൽട്ട്. ഈ വലിയ ഭാരമൊക്കെ എൻ്റെ തലയിൽ വെച്ച് നടക്കാൻ എനിക്കിപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുണ്ട്. താങ്ക് ഗോഡ് ഫോർ ദിസ് ഹൊഴിഗല്ലു. ഈ ഒരു സ്റ്റോണിന്, ഈ ഹൊഴിഗല്ലുവിന്, ഈ ഇരിപ്പിടത്തിന് ഒരു ഭയങ്കര നന്ദിയുണ്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റിയതിൽ. ഐ വിഷ്, ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു എൻ്റെ സൺ എന്നെ ഹെൽപ്പ് ചെയ്യും ജോലികളിലൊക്കെ, ബട്ട് ഹീ ഓൺലി വോണ്ട്സ് ടു ഗോ ടു ദ സിറ്റി. എൻ്റെ മകന് സിറ്റിയിലോട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹമേ ഉള്ളൂ. ഇങ്ങനെ അവരുടെ ഓരോ ഡിഫിക്കൽട്ടീസ് ആയിരുന്നു അവിടെ സംസാര വിഷയമായിട്ടുണ്ടായിരുന്നത്. മൈ ഗ്രാൻഡ് ഫാദർ കുഡ് ഓൺലി listen to them, but just talking to him seemed to refresh them for the journey. അപ്പോൾ എപ്പോഴും എൻ്റെ മുത്തശ്ശന് ഇവർ ഓരോരുത്തർ പറയുന്ന കാര്യങ്ങൾ കേട്ടിരിക്കാറ് മാത്രമേ ഉള്ളൂ. അതന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്, ആ കേട്ടിരിക്കുമ്പോൾ തന്നെ ഇവർക്കൊരു ഈ പറയുന്ന വ്യക്തികൾക്ക് ഭയങ്കര സമാധാനം, അവരുടെ ലോങ് ജേർണിയിൽ ഭയങ്കര സമാധാനം നൽകാറുണ്ട്. ആഫ്റ്റർ സം ടൈംസ് they would pick up their burdens with some else and go on their way. അപ്പോൾ കുറച്ച് സമയമൊക്കെ അങ്ങനെ സംസാരിച്ചിരുന്ന് അവരവരുടെ ഭാണ്ഡക്കെട്ടുകളൊക്കെ തലയിലേറ്റിയിട്ട് പിന്നെയും അവരുടെ നടത്തം തുടങ്ങും, അവരുടെ ജേർണി തുടങ്ങും. ദ ഹൊഴിഗല്ലു വാസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഇൻ ദെയർ ലൈഫ്സ് ആൻഡ് ആസ് എ ചൈൽഡ് ഐ വുഡ് ഓഫൻ നോട്ട് അണ്ടർസ്റ്റാൻഡ് വൈ ദേ ബ്ലെസ്ഡ് ഇറ്റ് സോ ഓഫൻ ഫോർ ബീയിങ് ദെയർ. അപ്പം ഈ ഹൊഴിഗല്ലു, ഈ ഇരിപ്പിടം അവർക്ക്, ഈ വരുന്ന ട്രാവലേഴ്സിനും ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ എപ്പോഴും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷേ ഞാനൊരു ചൈൽഡായിരുന്നപ്പോൾ എനിക്കത് മനസ്സിലായില്ല, ഈ ഹൊഴിഗല്ലു അവർക്ക് എത്രത്തോളം ബ്ലെസ്ഡ് ആണ്, അവർക്ക് എത്രത്തോളം അതിനോണ്ട് ഉപകാരമുണ്ട് എന്നുള്ളത്. ആഫ്റ്റർ ഓൾ ഇറ്റ് വാസ് ഓൺലി എ സ്റ്റോൺ ബെഞ്ച്. എല്ലാത്തിനും അപ്പുറം എനിക്കതൊരു സ്റ്റോൺ ബെഞ്ച്, ഒരു ഇരിപ്പിടം മാത്രമായിരുന്നു. ഇറ്റ് വാസ് മൈ ഗ്രാൻഡ് ഫാദർ ഹൂ ടോൾഡ് മീ, ചൈൽഡ്, എ ഹൊഴിഗല്ലു ഈസ് എസെൻഷ്യൽ ഇൻ എനി ജേർണി. പിന്നെ we all carry our burdens according to our situations and capacities, but every once in a while we need to stop, put down that burden and rest. അപ്പോൾ ഇവിടെ മുത്തശ്ശൻ പറഞ്ഞു കൊടുക്കുന്ന ഓരോ കാര്യങ്ങളാണ് സുധാമൂർത്തിക്ക്. എന്താ പറഞ്ഞു കൊടുക്കണേ, എപ്പോഴും നമ്മൾ കുറേ ഭാരങ്ങൾ കൊണ്ട് നടക്കുകയാണ് അല്ലേ, നമ്മളുടെ സിറ്റുവേഷൻസും നമ്മളുടെ അവസ്ഥകളും നമ്മളുടെ കപ്പാസിറ്റിയും വെച്ച് കുറേ ബേർഡൻസ് കൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. എപ്പോഴെങ്കിലും നമ്മൾക്കതൊന്ന് സ്റ്റോപ്പ് ചെയ്ത് നമുക്കത് ആ ബേർഡൻ ഒന്ന് ഇറക്കി വെച്ച് അല്ലേ റെസ്റ്റ് എടുക്കേണ്ടി വരും. Only then can we be refreshed enough to pick up the load once again. അങ്ങനെ ഒരു റെസ്റ്റ് ഇടയ്ക്ക് കൊടുത്താൽ മാത്രമാണ് നമുക്കൊന്നും കൂടി റീഫ്രഷ് ചെയ്തിട്ട് നമ്മളുടെ ലോഡ് എടുക്കാൻ കഴിയുള്ളൂ. The Horigellu gives everyone the opportunity to do so. It helps people regain their strength. ഇങ്ങനെയുള്ള ഹൊറിഗല്ലൂസ് ആണ് നമ്മളെ അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി, എല്ലാവർക്കും അങ്ങനത്തെ ഒരു അവസരം കൊടുക്കുന്നത്. അതായത് ഒന്ന് ആ ഭാരങ്ങളൊക്കെ ഒന്ന് ഇറക്കി വെക്കാൻ ഒരു അവസരം കൊടുക്കുന്നത് ഇങ്ങനത്തെ ഹൊറിഗല്ലൂസ് കാണുമ്പോഴാണ് ട്രാവലേഴ്സിന്. അതേപോലെ അവരുടെ സ്ട്രെങ്ത്ത്, അവർക്ക് ഉള്ള സ്ട്രെങ്ത്തൊക്കെ റീഗെയിൻ ചെയ്യാനും അതിലൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒന്ന് റെസ്റ്റൊക്കെ എടുക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മളുടെ സ്ട്രെങ്ത്ത് ഓക്കെ ആവും, നമ്മൾ നോർമൽ ആവും. ദെൻ നെക്സ്റ്റ്, ലേറ്റർ ഓൺ ഇൻ ലൈഫ് ഐ ഗോട്ട് ടു സീ സംതിങ്
that reminded me of that stone bench once again. It was working in Bombay, now Mumbai. അങ്ങനെ ലൈഫിൽ ഒരു പ്രാവശ്യം, അതായത് അതിനോ ചൈൽഡ്ഹുഡിനൊക്കെ ശേഷം ലൈഫിൽ ഒരു പ്രാവശ്യമാണ് എനിക്ക് അങ്ങനത്തെ ഒരു സ്റ്റോൺ ബെഞ്ച് ഓർമ്മ ഉണ്ടായത്. ഓക്കെ, അതെപ്പോഴാന്ന് വെച്ചാൽ മുംബൈയിൽ വർക്ക് ചെയ്യുന്ന ടൈമിൽ. വൺ ഓഫ് മൈ കൊളീഗ് രത്ന വാസ് എ സീനിയർ ക്ലർക്ക്, മിഡിൽ ഏജ്ഡ് ആൻഡ് ഓൾവേസ് സ്മൈലിംഗ്. പിന്നെ അവിടെ നടക്കുന്ന മുംബൈയിൽ നടക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത് ഓർത്തെടുക്കുന്ന ആ സിറ്റുവേഷനെ. ഓക്കെ, അപ്പോൾ എന്താണ്, ഒരു കൊളീഗ്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കൊളീഗ്, രത്ന എന്നാണ് അവരുടെ പേര്. അവരൊരു സീനിയർ ക്ലർക്കാണ്. എപ്പോഴും സ്മൈൽ ചെയ്തിട്ടാണ് ആൾ. ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ഷീ ഹാഡ് ഡൺ ഹർ graduation and been working in the company for nearly 25 years. അപ്പോൾ 25 വർഷമായിട്ട് നമ്മളുടെ കമ്പനിയിൽ തന്നെയാണ് അവർ വർക്ക് ചെയ്യുന്നത്. ഗ്രാജുവേഷൻ കഴിഞ്ഞ് നേരെ കമ്പനിയിലോട്ട് വന്ന വ്യക്തിയാണ്. ഷീ വെൻറ്റ് അബൌട്ട് ഹെർ റിപ്പീറ്റേറ്റീവ് മണ്ടെയിൻ വർക്ക് വിത്ത് ആൻ ഇൻഫെക്ഷ്യസ് ചെയർഫുൾനെസ്. അപ്പോൾ മണ്ടെയിൻ എന്ന് വെച്ചാൽ സാധാരണയായിട്ടുള്ള, ഈ രത്ന എപ്പോഴും അവരുടെ ആ റിപ്പീറ്റേറ്റീവ് എന്നുള്ള സാധാരണയായിട്ടുള്ള വർക്ക് ഒരു എപ്പോഴും ഒരു സ്മൈൽ വെച്ചിട്ട് ഒരു അത്രേ എപ്പോഴും ഒരേ ടോണിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ്, എവറി ഡേ ഡ്യൂറിങ് ദ ലഞ്ച് ഹവർ ഷീ വുഡ് സിറ്റ് വിത്ത് സം പേഴ്സൺ ഇൻ വൺ ഓഫ് ദി റൂംസ് ആൻഡ് ദേ വുഡ് ഹാവ് ലോങ് ചാറ്റ്സ്. എപ്പോഴും ലഞ്ച് ബ്രേക്കിൻ്റെ ടൈമിൽ അവർ ഒരു പേഴ്സൻ്റെ അടുത്തിരിക്കും, എന്നിട്ട് അവരുമായിട്ട് ഒരു വലിയൊരു സംഭാഷണത്തിൽ ഏർപ്പെടാറുണ്ട്. ഐ വുഡ് ഓഫൺ വണ്ടർ വാട്ട് ദേ ടോക്ക്ഡ് അബൌട്ട്. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് അവരെന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന്. വൺ ഡേ ഐ ഫൈനലി ആസ്ക്ഡ് ഹർ, രത്ന, വാട്ട് ഡു യു ടോക്ക് വിത്ത് ഈച്ച് പേഴ്സൺ ഫോർ ദി ഹോൾ ലഞ്ച് ഹവർ? രത്ന, എന്താ നിങ്ങൾ ഈ ഫുൾ ലഞ്ച് ഹവറിൽ മൊത്തം ടൈമിലും ഈ മറ്റുള്ളവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന് ഞാൻ ഒരു പ്രാവശ്യം ചോദിച്ചു. രത്ന smiled and said simply, they shared their troubles with me. അപ്പോൾ രത്ന ചിരിച്ചുകൊണ്ട് പറയാണ്, അവരെപ്പോഴും അവരുടെ വിഷമങ്ങൾ, അതായത് എൻ്റെ കൂടെ ഇരിക്കുന്ന പേഴ്സൺസ് എപ്പോഴും അവരുടെ പ്രോബ്ലംസ് എന്നോട് ഷെയർ ചെയ്യാറാണുള്ളത്. നെക്സ്റ്റ്, but how can you solve the trouble of so many people? Do you always have an answer for them? അപ്പോൾ രത്നനോട് സുധാമൂർത്തി ചോദിക്കുകയാണ്, എങ്ങനെ എപ്പോഴും നിങ്ങൾക്ക് അവരുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും, എങ്ങനെ അതിന് സൊല്യൂഷൻസ് കൊടുക്കാൻ പറ്റും, നിങ്ങളെപ്പോഴും അതിന് ആൻസർ, അതായത് അവർ പറയുന്ന ആ ട്രബിൾസിനുള്ളൊരു ഉത്തരം നിങ്ങളെപ്പോഴും കൊടുക്കാറുണ്ടോ? അപ്പോൾ രത്ന പറയാണ്, നോ, ഐ ഓൺലി ലിസൺ. ഞാൻ അവർക്ക് സൊല്യൂഷനൊന്നും കൊടുക്കാറില്ല, അവർ പറയുന്നത് കേൾക്കാറുള്ളൂ. ആൻഡ് ദാറ്റ് ഈസ് ഇനഫ്, ദാറ്റ് സോൾവ്സ് ദ പ്രോബ്ലം. I was young and incredulous at such a simplistic outlook. അപ്പോൾ സുധാമൂർത്തി ഓർക്കുകയാണ്, അത് മതിയോ, അതുകൊണ്ട് പ്രോബ്ലംസ് സോൾവ് ആവുമോ? ഞാൻ ഭയങ്കര യങ്ങായിരുന്നു ആ ടൈമിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു ഔട്ട്ലുക്ക് എൻ്റെ മനസ്സിൽ വന്നിട്ടില്ല. അതായത് നമ്മൾ ഒരാളെ ലിസൺ ചെയ്തിരുന്നാൽ എല്ലാ പ്രോബ്ലംസും ഓക്കെ ആവും എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല എന്നുള്ളൊരു ഔട്ട്ലുക്കാണ് തരുന്നത്. ഓക്കെ, but Ratna answered with the same patience and affection that she must have used with all the colleagues. I am not a trained counselor or an intellectual. No one can solve your problem. You have to do it yourself. അപ്പോൾ രത്ന അതിനൊരു ആൻസർ കൊടുക്കുകയാണ്. പേഷ്യൻസിൽ എഫെക്ഷൻ സ്മൈലൊക്കെ ചെയ്തിട്ട് അവരുടെ കൊളീഗിന് അതിനൊരു ആൻസർ കൊടുക്കുകയാണ്. ഞാൻ ഒരിക്കലും ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള കൗൺസിലറോ ആരുമല്ല. എനിക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും അറിയില്ല. നമ്മളുടെ പ്രോബ്ലംസ് നമ്മൾ തന്നെ സോൾവ് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. നെക്സ്റ്റ്, ദെൻ ഹൗ ഡു യു ഹെൽപ്പ് ദം ബൈ ലിസണിങ് ടു ദം? അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ കേട്ടുകൊണ്ട് അവർക്കൊരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുക? നിങ്ങൾക്ക് സൊല്യൂഷനൊന്നുമില്ല, പക്ഷെ എങ്ങനെ കേട്ടുകൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും? ഗോഡ് ഹാസ് ഗിവൺ മീ 2 years ടു ലിസൺ ടു അതേഴ്സ്. ഐ ഹിയർ ദം ഔട്ട് വിത്ത് സിമ്പതി ആൻഡ് വിത്തൗട്ട് എനി ജഡ്ജ്മെൻറ്റ്. അപ്പോൾ രത്ന പറയാണ്, എനിക്ക് ഗോഡ് 2 ചെവികൾ തന്നിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് അവർ പറയുന്നതൊക്കെ സിമ്പതറ്റിക് ആയിട്ട്, അതായത് അവർ പറയുന്നതൊക്കെ ക്ഷമയോടുകൂടിയും കേട്ടിരിക്കും. അവരെ ജഡ്ജ് ചെയ്യില്ല. അവർ പറയുന്ന കാര്യത്തിനെ ബേസ് ചെയ്തിട്ട് അവരെ ജഡ്ജ് ചെയ്യാറും ഇല്ല. വെൻ എ പേഴ്സൺ ഇൻ ട്രബിൾ ഓർ അണ്ടർ എ ലോട്ട് ഓഫ് സ്ട്രെയിൻ ഫൈൻഡ്സ് ആൻ ഔട്ട്ലെറ്റ് ഫോർ ഹിസ് വറീസ്, ഇറ്റ് റിലീവ്സ് ഹാഫ് ഹിസ് ബർഡൻ. അപ്പോൾ രത്ന പറയുന്നത് എന്താണ്, നമ്മൾക്ക് ഒരാൾ കേട്ടിരിക്കാനുണ്ട് എന്നുള്ളൊരു
ഫീലെങ്കിലും നമുക്ക് വന്നാൽ നമ്മളുടെ വെറീസും നമ്മളുടെ ടെൻഷൻസും ഒക്കെ കേട്ടിരിക്കാനും അതേപോലെ അതൊന്ന് മനസ്സിലാക്കാൻ ഒരാളുണ്ട് എന്ന് തോന്നിയാൽ തന്നെ നമ്മളുടെ ഹാഫ് ബേർഡൻ്റെ പകുതിയോളം നമുക്ക് ഇല്ലാതാവും എന്ന് രത്ന പറഞ്ഞു കൊടുക്കുന്നുണ്ട്. I thought for some times and said, but don't you ever break the confidence and tell others the secret you hear even by mistake? അപ്പോൾ സുധാമൂർത്തി ഒന്ന് തോട്ട് ചെയ്തിട്ട് ഒന്ന് ആലോചിച്ചിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരുടെ ആ കോൺഫിഡൻസ് ബ്രേക്ക് ചെയ്തിട്ടില്ലേ? നിങ്ങൾ ആരോടും പറയില്ല എന്നുള്ള, അതായത് മിസ്റ്റേക്കിൽ പോലും അറിയാതെ പോലും ആരോടും നിങ്ങൾ അവരുടെ കാര്യങ്ങൾ പറയില്ല എന്നുള്ള കോൺഫിഡൻസ് ഇത്രയും കാലമായിട്ട് നിങ്ങൾ ബ്രേക്ക് ചെയ്തിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. Not even in my dreams. I consider that to be the worst kind of betrayal. I don't think there is a greater sin than betraying someone's confidence. ഇല്ല, ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും അങ്ങനെ വിചാരിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ ആരോടെങ്കിലും പറയുന്നത് ഏറ്റവും മോശമായിട്ടുള്ളൊരു സ്വഭാവമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഒരു ചതി പോലെയാണ് എനിക്കത് ഫീൽ ചെയ്യാറുള്ളത്. ആ ഒരു ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ വേറൊരാളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഈസ് ലൈക്ക് എ സിൻ. അതൊരു കുറ്റം ആയിട്ടാണ് ഫീൽ ചെയ്യാറ് എന്ന് പറയുന്നുണ്ട്. They tell me their worries because they know I will never talk about it or gossip about it to another person. അപ്പോൾ ബാക്കിയുള്ളവർ എന്നോട് അവരുടെ പ്രശ്നങ്ങൾ പറയാൻ കാണിക്കുന്ന ആ കോൺഫിഡൻസ് എന്തുകൊണ്ടാണ്? ഞാൻ ഒരിക്കലും അത് വേറൊരാളുമായിട്ട് ഷെയർ ചെയ്യുകയോ അതിനെക്കുറിച്ചൊരു ഗോസിപ്പായിട്ട് സംസാരിക്കുകയോ ചെയ്യില്ല എന്നുള്ള കോൺഫിഡൻസ് കൊണ്ടാണ്. Only when they know their words are secure with me can they talk to me freely. This way I relieve their burden for a short while till they are ready to pick themselves up and carry on with their journey. ഇപ്പോൾ രത്ന പറയാണ്, ഞാനിത് ആരോടും പറയില്ല എന്നുള്ള വിശ്വാസമുള്ളത് കൊണ്ടാണ് അവർക്കത് ഫ്രീ ആയിട്ട് എന്നോട് പറയാൻ കഴിയുന്നത്, അവരുടെ പ്രോബ്ലംസ് ഒക്കെ. അതിലൂടെ എന്താ, ഒരു ഷോർട്ട് പീരിയഡിനെങ്കിലും അവരുടെ ഭാരങ്ങളൊക്കെ അവർക്ക് ഇറക്കി വെക്കാൻ കഴിയുന്നുണ്ട്. എന്നിട്ട് അവർക്ക് റീഫ്രഷ് ചെയ്തിട്ട് അവർക്ക് ജേർണി കണ്ടിന്യൂ ചെയ്യാനും കഴിയുന്നുണ്ട്. അതായത് അവരുടെ പ്രോബ്ലംസൊക്കെ ഞാൻ കേട്ടിരിക്കുമ്പോൾ അത് അവർക്കൊരു റിലീഫാണ്. അതിലൂടെ അവർക്ക് യാത്ര തുടരാനും പറ്റുന്നുണ്ട്. Her words uncannily echoed my grandfather sitting on the stone bench under the banyan tree. അപ്പോൾ ഇവിടെ ഈ രത്നയുടെ വാക്കുകൾ എൻ്റെ മുത്തശ്ശൻ്റെ വാക്കുകളായിട്ട് കുറേ സാമ്യങ്ങൾ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. Perhaps in their own small ways, without access to great wealth, both these people were doing tremendous social service. അപ്പോൾ അവരുടെ വാക്കുകളിൽ നിന്ന് സുധാമൂർത്തിക്ക് മനസ്സിലാവുകയാണ്, കുറേ പണമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടല്ല, അവർ രണ്ടുപേരും ഇരുന്ന് ഓരോരുത്തരുടെ പ്രോബ്ലംസ് കേൾക്കുന്നത് തന്നെ വലിയൊരു സോഷ്യൽ സർവീസാണ്. അതായത് എല്ലാവർക്കും അതൊരു ആശ്വാസം കൊടുക്കുന്നൊരു സംഭവമാണ്. No one thought of acknowledging their work or rewarding them for it, but they continued to do so, as these acts of kindness gave them joy. അപ്പോൾ ഇതിന്, അതായത് അവർ ഈ ചെയ്യുന്ന പ്രവൃത്തിക്ക് അവർക്കാരും അപ്രിസിയേഷനോ റിവാർഡോ ഒന്നും കൊടുത്തിട്ടല്ല, അവരുടെ ഒരു സന്തോഷം എന്നുള്ള രീതിയിൽ ഈ കാര്യം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. Ever now I happen to pass a horigallu in a village, I remember them and wish there were many more of them in this world. അപ്പോൾ എന്താണ് പറയുന്നത്, ലാസ്റ്റ് സുധാമൂർത്തി പറയാണ്, എനിക്ക് എപ്പോഴെങ്കിലും ഒരു ഹൊറിഗല്ലു, ഒരു വില്ലേജിൽ പോയി ഒരു ഹൊറിഗല്ലു കാണാൻ ചാൻസ് കിട്ടിയാൽ ഞാൻ ഇവരെ ആലോചിക്കുകയും ചെയ്യും, അതേപോലെ അവരെ പോലുള്ളവർ ഈ ലോകത്ത് വേണം എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് സ്റ്റോറി എൻഡ് ചെയ്യാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ സുധാമൂർത്തിയുടെ ഹൊഴിഗല്ലു എന്നുള്ള ചാപ്റ്റർ. ഈ ഒരു ഹൊഴിഗല്ലു എന്നുള്ള ചാപ്റ്റർ ഒരു അനക്ഡോട്ടാണ്, സുധാമൂർത്തിയുടെ ഒരു റിയൽ ലൈഫിൽ സംഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അവരുടെ ചൈൽഡ്ഹുഡ് റിലേറ്റഡ് ആയിട്ടാണ് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. മെയിൻ ഫോക്കസ് ചെയ്യുന്നത് അവരുടെ ഗ്രാൻഡ് ഫാദറിനെ, അതേപോലെ ബനിയൻ ട്രീൻ്റെ അണ്ടറിലുണ്ടായിരുന്ന ഒരു ഹൊറിഗല്ലുവിനെ റിലേറ്റ് ചെയ്തിട്ടാണ് സ്റ്റോറി വരുന്നത്. അതേപോലെ രത്ന എന്ന് പറയുന്ന അവരെ കൊളീക്കിനെയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ സുധാമൂർത്തി പറയാൻ ശ്രമിക്കുന്ന എന്താ, ഇങ്ങനത്തെ ആളുകൾ ഈ ലോകത്ത് കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് എല്ലാവരെയും കേട്ടിരിക്കാനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഒരു അറ്റ്ലീസ്റ്റ് അവരെ ലിസൺ ചെയ്യാനൊരാളുകൾ നമ്മളുടെ ലോകത്തുണ്ടായിരുന്നെങ്കിൽ എത്ര നല്ലതായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റോറി എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഹൊഴിഗല്ലു. ഇതോടുകൂടി നമ്മളുടെ ഫസ്റ്റ് യൂണിറ്റ് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാനും
സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിൻ്റെ കൂടെ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെക്കുക, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. അപ്പോൾ ഓക്കെ, താങ്ക് യു ഓൾ, ബൈ ബൈ.